കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 5, 2 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകളിലൂടെ എല്ലാം കണ്ണോടിക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ ഒരാലോചനയിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് അവരുടെ CV ആണ്. കരിക്കലും വയ്യാത്ത ചോദിക്കും. അവരുടെ ഇന്നലകളിൽ അവർ ജോലി ചെയ്തിട്ടുള്ളത്, അവരുടെ പഠനം, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരാളെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ ജോലിക്ക് നിയോഗിക്കുന്നതും ക്ഷണിക്കുന്നതൊക്കെ. ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ 2 വായനകളിൽ കർത്താവ് തൻ്റെ രാജ്യത്തിനായി ആരെയൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുക. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചവർ, ദൈവരാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചവരിൽ കാണുന്ന വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്? അതായത് ഒരാൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലാണ് എന്ന് മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള അടയാളങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഇന്ന് സഭ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സുവിശേഷ ഭാഗം സുവിശേഷത്തിൻ്റെ ഹൃദയം തന്നെയാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം എന്നതിൻ്റെ അടയാളങ്ങളാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ ക്രിസ്തുവിനെ എങ്ങനെ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കാം എന്നതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ്. ഇവിടെ ആദ്യ വായനകളിലേക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ 2 വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ മനോഹരമാണ്. സഫാനിയ പ്രവാചകൻ, ജോസിയയുടെ കാലഘട്ടത്തിൽ, ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ പ്രവാചകൻ ജനത്തെ വളരെ കൃത്യമായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വിധിയിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്തപ്പെടാൻ, മറ്റൊരു വാക്യം പറഞ്ഞാൽ കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയിലേക്ക് നിങ്ങൾ മാറാൻ എന്ത് ചെയ്യണം? അതിന് കൊടുക്കുന്ന ഒരൊറ്റ ഉപദേശമുള്ളൂ: നിങ്ങൾ എളിമപ്പെടുക, വിനയത്തോടും എളിമയോടും കൂടെ കർത്താവിൻ്റെ നീതിയെ അന്വേഷിക്കുക. ഇവിടെ എളിമ എന്ന വാക്ക് അനാബിം എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്വം. ഇപ്പൊ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ, സ്വർഗരാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഡിവൈൻ മേഴ്സി ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അതാണ് ഐ ട്രസ്റ്റ് ഇൻ യു.
കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാൻ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ഒരു പ്രവണതയും സ്വഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ധനത്തിലും മറ്റ് അധികാരത്തിലും അല്ലെങ്കിൽ മനുഷ്യൻ വെച്ച് നീട്ടുന്നതായ സൗഭാഗ്യങ്ങളിലും ആശ്രയിക്കാനുള്ള ഒരു മാനുഷിക സ്വാഭാവിക പ്രവണത നമ്മളെ നയിക്കുന്നുണ്ട്. അതിലും ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ സാധ്യമായെങ്കിലേ നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന അസ്വസ്ഥതകളുടെ നടുവിലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെ തുടരാൻ പറ്റുള്ളൂ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നടുക്കിയ ഒരു വാർത്തയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. പലർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല അവനെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചില തീരുമാനങ്ങളുടെ പിന്നിൽ എന്താണ് അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റാതിരിക്കുകയും ലോകത്തിൻ്റെതായ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പന്നതകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തിൻ്റെ ചില അസ്വസ്ഥതകളുടെ മേൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ഉള്ള ചില തീരുമാനങ്ങളുടെ മീതെ, വൈകാരികതയുടെ മീതെ ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ ചോദിക്കും, സമ്പത്ത് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. സൗകര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സ്വന്തമായിട്ട് ഫ്ലൈറ്റുകൾ വരെ ഉണ്ടായിരുന്ന. ഇത്രയും സൗഭാഗ്യങ്ങളും സമ്പന്നതയിലൊക്കെ ജീവിതം നയിക്കാൻ പറ്റിയിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ പറയാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യരിലല്ല, സമ്പത്തിലല്ല, നമ്മൾ ഇന്നോളം നേടിയ നമ്മുടെ കഴിവിലോ സൗഭാഗ്യങ്ങളിലോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ആശ്രയത്വം വയ്ക്കേണ്ടത്. മറിച്ച് ദൈവത്തിൽ ഒരു ദൈവ പൈതൽ ആശ്രയം വയ്ക്കാൻ തയ്യാറാകുമ്പോൾ പ്രവാചകൻ പറയാണ്, മുന്നോട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലും അവൻ സമാനമായ അനുഭവങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ദൈവാശ്രയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ 118:8 നാം വായിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ദൈവത്തിൽ അഭയം തേടുന്നതാണ്. ഇത് മനുഷ്യരിൽ അധികമായൊരു ആശ്രയത്വവും മനുഷ്യനെ അധികമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധ്യതയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഒത്തിരി പേര് വേദനിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും പരാതി പറഞ്ഞൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ ഇത്രയൊക്കെ വളർത്തിയിട്ട്, അവർക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട്, അവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരിപ്പോൾ നോക്കുന്നില്ലെന്നാണ് പറയുന്നത്, അവരിപ്പോൾ അനുസരിക്കുന്നില്ലെന്നാണ് പറയുന്നത്, അവരിപ്പോൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. വാർദ്ധക്യത്തിൽ ഞങ്ങളെ നോക്കൂന്ന് വിചാരിച്ചു, എന്നിട്ട് ഇപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ഡിപ്പെൻഡൻസ് മക്കളിലുണ്ട്. എന്ത്? പ്രായമാകുമ്പോൾ മക്കൾ ഞങ്ങളെ നോക്കണം, ദൈവത്തിലല്ല. ഇവിടെയാണ് പരിപൂർണമായ ആശ്രയത്വമാണ്. കുറച്ചിവിടെ കുറച്ചവിടെ, ബാക്കി ദൈവത്തിന്. അങ്ങനെയല്ല, ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസ്. ആ വാക്കാണ് അനാബിം എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ ലോകം 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വിധിക്കാൻ വിധിയാളനായി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ എളിമയോടെ നിൽക്ക്, എളിമയോടെ കർത്താവിനെ അന്വേഷിക്ക്, നീതിയോടെ ദൈവത്തെ അന്വേഷിക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ വിധിയിൽ നിങ്ങൾ പെടാതിരിക്കാൻ, കർത്താവ് വിധിയാളനായി വരുമ്പോൾ നമ്മൾ അതിനകത്ത് പെടാതിരിക്കാൻ, ദൈവ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് ജീവിക്കാനാണ് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ ദൈവാശ്രയത്തിൽ ജീവിതം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പ്രവാചകൻ ആദ്യ വായനയിൽ അതിശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 2-ാമത്തെ വായനയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാനുഷികമായ ബുദ്ധിയും ആലോചനകളും ചിന്തകളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പൗലോസ്ലീഹ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. പൗലോസ്ലീഹ പറയാണ്, ഈ ലോകത്തിൽ വിജ്ഞാനികളെ, അറിവുള്ളവരെ, കഴിവുള്ളവരെ, ശക്തന്മാരായവരെ ലജ്ജിപ്പിക്കാൻ കർത്താവ് ഭോഷന്മാരായവരെ തെരഞ്ഞെടുത്തു, നിസ്സാരരായവരെ തെരഞ്ഞെടുത്തു, അശക്തങ്ങളായവരെ തെരഞ്ഞെടുത്തു, അവഗണിക്കപ്പെട്ടവരെ കർത്താവ് തെരഞ്ഞെടുത്തു. കണ്ടോ, ഇത് ലോകത്തിൻ്റെ തെരഞ്ഞെടുപ്പല്ല. ലോകം നോക്കുന്നവനെ ശക്തനാണോ, കഴിവുള്ളവനാണോ, അവനേതെങ്കിലുമൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്നും അഹങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിച്ചവരാണോ, അവരെയൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നമുക്കൊന്നും അഹങ്കരിക്കാനില്ലാത്ത രീതിയിൽ നമ്മൾ വട്ടപൂജ്യമായിരിക്കുന്ന അനുഭവത്തിൽ
ദൈവം മാത്രമാണ് എൻ്റെ ഏകബലമെന്ന് ഒരാത്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് സുവിശേഷ ഭാഗ്യത്തിൽ പറയുന്ന പോലെ അങ്ങനെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമാണ് എൻ്റെ എല്ലാം, എൻ്റെ സമ്പത്തെന്ന് ഒരുവൻ വിളിച്ചു പറയുന്നവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നതെന്ന്. ഇപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാം. മറ്റൊരു വാക്യം പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി നാം ഈ ഭൂമിയിൽ ജീവിക്കുകയും അതോടൊപ്പം ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിത്യതയിൽ അവനോടൊപ്പമായിരിക്കാൻ നാം ദൈവസ്നേഹത്തിൽ എളിമപ്പെട്ട് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും പറ്റാതെ പോകുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ ചില അഹങ്കാരങ്ങൾ, നമ്മൾ ഇന്നോളം നേടിയെടുത്ത ചില കാര്യങ്ങളുടെയും ചില വിഷയങ്ങളുടെ മീതുള്ള നമ്മുടെ അഹങ്കാരം നമ്മൾ എളിമപ്പെടാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാനുഷിക ബുദ്ധിയിൽ നമ്മൾ അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എളിമയുള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നതെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ലോകദൃഷ്ടിയാൽ വളരെ നിസ്സാരരായവരെ, കഴിവ് കുറഞ്ഞവരെ, ഒന്നുമില്ലാത്തവരെ, അവഗണിക്കപ്പെട്ടവരെയൊക്കെ ദൈവം തെരഞ്ഞെടുത്തു എന്നാ പറയുന്നത്. അതെന്തിനാണെന്നറിയാവോ? അത് അവർ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ്. ഇപ്പൊ നമുക്കൊന്നും അഹങ്കരിക്കാനില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അഹങ്കരിക്കുള്ളൂ. ഒന്നുമില്ലെങ്കിലോ? ഒന്നുമില്ലാത്തവൻ എന്നാ നമ്മൾ പറയും? ഒന്നുമില്ലാത്തവൻ എന്താ അഹങ്കരിക്കണം? നമുക്കൊന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടല്ല, ഒന്നുമില്ല, ദൈവത്തിലാണ് എൻ്റെ അഭിമാനമെന്ന് ആത്മാവിൽ തീരുമാനമെടുക്കുന്ന ഒരു ജീവിതമാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ അവൻ ഒന്നും അഹങ്കരിക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവം തന്നതാണ്. ദൈവം ഇന്നോളം നടത്തി, നാളെ ദൈവം നടത്തിയാൽ നടക്കും. മുന്നോട്ടും കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കാൻ ദൈവമേ നീ എന്നെ അനുവദിക്കണമേ. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണല്ലോ ജീവിതം. ഇത്രയൊക്കെയുള്ളല്ലോ നിസ്സാരത, ജീവിതത്തിൻ്റെ നിസ്സാരത, നൈമിഷികത ഒക്കെ മനസ്സിലാക്കി ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എന്നാണ് പൗലോസിനെ പറയുന്നത്. ചിലപ്പോൾ ബുദ്ധിമാന്മാർ ഇതിൻ്റെ പ്രവേശിക്കണമെന്നില്ല. നല്ല കഴിവുള്ളവരും സമ്പന്നരും ലോകദൃഷ്ടിയ ശക്തരായവരും ഒന്നും ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പത്ര വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ഇത് തന്നെയാണ്. ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവരാജ്യ അനുഭവത്തിലല്ലായിരിക്കും ജീവിക്കുന്നത്. പുറമെ നല്ല മേന്മയേറിയതായിട്ട് ജീവിതം നമുക്ക് ബാഹ്യമായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവരാജ അനുഭവത്തിൽ ജീവിക്കുന്നവനാണ് സുവിശേഷ ഭാഗ്യങ്ങൾ പറയുന്ന അവന് കരുണ ലഭിക്കും, അവന് സംതൃപ്തിയുണ്ട്, അവന് സന്തോഷമുണ്ട്, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ സമാധാനം സ്ഥാപിക്കുമ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ കർത്താവിനെ ദർശിക്കും. ഉണ്ടോ? അവൻ ഭാഗ്യവാനെന്നാണ് സുവിശേഷ ഭാഗ്യങ്ങൾ പറയുക. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ സ്വർഗത്തിലെത്താനുള്ള വഴിയല്ല. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയല്ല പറയുന്നത്. ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിച്ചവന്റെ ജീവിത സാധ്യതയാണ്. ഈ ഭൂമിയിൽ സ്വർഗീയ അനുഭവം ദർശിച്ചവനെ, ദൈവത്തെ തൊട്ടവനെ, സ്വർഗത്തെ തൊട്ടവന്റെ ജീവിത ക്രമമാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. അവന് വിഷമങ്ങൾ ഉണ്ടാകും, അവൻ പീഡിപ്പിക്കപ്പെടും, അവൻ തകർക്കപ്പെടും. അപ്പോഴും അവൻ ആഹ്ലാദിക്കുകയാണ്, കർത്താവിൽ ആഹ്ലാദിക്കുകയാണ്. അവൻ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ വിശുദ്ധിയോടെ ജീവിക്കും. ഈ ഭൂമിയിൽ അവൻ ദൈവത്തെ ദർശിച്ച് ജീവിക്കും. കണ്ടോ? ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവം സ്വന്തമാക്കിയ ഒരുവന്റെ കരിക്കുലം വിയാത്തയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുവന്റെ ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരുവന്റെ CV നോക്കുമ്പോൾ അവന്റെ CVയിൽ കാണുന്ന ഇതൊക്കെയാണ് അവന്റെ ക്വാളിഫിക്കേഷൻ. അവനെന്താ? അവൻ സമാധാനം സ്ഥാപിക്കാൻ നടക്കുവാണ്, അവൻ സുവിശേഷത്തിന് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുവാണ്, അവൻ ദൈവരാജ്യത്തെ പ്രതി എല്ലാം ക്ഷമിക്കുവാണ്, ദൈവരാജ്യത്തെ പ്രതി അവൻ വിട്ടുകൊടുക്കണം. അപ്പൊ അവന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അവൻ ഇത്രയൊക്കെ ഉള്ളൂ. ലോകത്തിന്റെ ദൃഷ്ടിയാൽ വലിയ മേന്മയുള്ളതൊന്നുമില്ല. അവൻ ക്ഷമിക്കാൻ തയ്യാറായി, അവൻ എല്ലാവരെയും സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, അവൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ദൃഷ്ടി ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അവൻ ദൈവരാജ്യം ഉള്ളിൽ അനുഭവിക്കുന്നവനാണ്. അവൻ സ്വർഗീയ ആനന്ദം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനാണ്. അവൻ ലോകദൃഷ്ടിയാൽ ഒന്നുമില്ലാത്തവനായി, ലോകദൃഷ്ടിയാൽ കഴിവ് കുറവുള്ളവനായും ബലമില്ലാത്തവനായും ലോകം വ്യാഖ്യാനിക്കുമ്പോഴും കാണുമ്പോഴും അവൻ ദൈവരാജ്യത്തിൽ സമ്പന്നനാണ്. അവൻ ദൈവരാജ്യത്തിൽ സമ്പന്നനാണ്. അവൻ്റെ ഉള്ളിൽ ഇവൻ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ സമാധാനമുണ്ട്, ഇവരനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദമുണ്ട്. പുറമെ നോക്കുമ്പോൾ ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, ഒന്നുമില്ലാത്തവനായിരിക്കും. പക്ഷേ
ഇതെല്ലാം ഉള്ളവൻ അനുഭവിക്കുന്നതിനേക്കാളും അധികമായ ആനന്ദവും സമാധാനവും സന്തോഷം അനുഭവിക്കുന്നവനാണ് ഈ ദൈവരാജ്യത്തിലെ അനുഭവത്തിൽ ആയിരിക്കുന്നവൻ. അതാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുവാനുള്ള, സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള ഒരു ദൈവ പൈതലിന് വേണ്ട കാര്യങ്ങളാണ് ഇന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സുവിശേഷത്തിന്റെയും ദൈവവചനത്തിന്റെയും വെളിച്ചത്തിൽ എളിമയോടെ ദൈവസ്നേഹത്തിൽ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.